ഡാക്സന്റെ ഗോ പ്ലസ് ആണ് 7 സീറ്റ് വണ്ടി അല്ലേ? 2015 മോഡൽ വണ്ടി. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇതൊക്കെ മാക്സിമം ലോൺ കയറുന്ന വണ്ടിയാണ്. മാക്സിമം ഫുൾ ലോണുള്ള വണ്ടികളാണ് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. 2014 മോഡൽ വണ്ടി. സെലേറി ഓട്ടോമാറ്റിക് 16 മോഡൽ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടിയാണ്. നല്ല മെക്കാനിക് ഒക്കെ ഉള്ള വണ്ടിയാണ്. മെക്കാനിക് ഉഷാറുള്ള വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? പെട്രോൾ അല്ലേ? പെട്രോൾ VXI അല്ലേ? 1.30 കൊടുക്കട്ടോ. 1,30,000 സ്വിഫ്റ്റ് അല്ലേ? 340. ലോൺ എത്ര കയറും? എന്തായാലും 2.5 മാക്സിമം ലോൺ കയറും. അലവിലൊക്കെ ചെയ്തല്ല അടിച്ചപിടിച്ച വണ്ടി അല്ലേ? 10 10 VXI ആണ്. ഇതാണ് 1.5 കേട്ടോ. 2010 മോഡല് VXI ZS-ലാണ് ഈ കിടക്കുന്നത്. 2011 വണ്ടിയാണ്. ഇതാണെങ്കിൽ നമുക്ക് 3.35 കൊടുക്കട്ടോ. 3,35,000 അൾട്ടീസ് ആണ് കിടക്കുന്നത്. 13 ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 13 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണല്ലേ? ബട്ട് എയർ ബാഗ് 6 എയർ ബാഗ് ഒക്കെ വരണം. ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. 6 എയർ ബാഗ് വരും. എല്ലാ സൈഡിൽ എയർ ബാഗ്, ഫുൾ ഓപ്ഷൻ വണ്ടിയില്ലേ? ഏറ്റവും ഫുള്ളോട് വണ്ടി. അപ്പോ നമ്മളങ്ങനെ വീണ്ടും സൺ യൂസർക്കാർ തന്നെ വീണ്ടും എത്തിക്കണ്ടേ. 2 എപ്പിസോഡ് ചെയ്ത് 3ാമത്തെ എപ്പിസോഡ് ആയിട്ടാണ് വീണ്ടും എത്തിക്കണ്ടേ. ചെറിയ കാര്യം BMW കിടക്കണം, ബെൻസുകളാ കിടക്കണം. ഫുൾ ഓവന്റെ ചാകരട്ടെ. ഏകദേശം 1,30,000 മുതലൊക്കെയാണ് സ്വിഫ്റ്റുകൾ തുടങ്ങുന്നുണ്ട്. 25,000 രൂപക്ക് മാരുതി 800 സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഏകദേശം 10, 300, 350 വണ്ടികളുണ്ട്. ചെറുവണ്ടി ഷോപ്പ് നമ്മൾ പരിചയപ്പെടേണ്ട നമ്മളെ കൂടുതൽ റാഫിക്ക് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? 3ാമത്തെ എപ്പിസോഡിലും സ്വാഗതം. ലൊക്കേഷൻ പറഞ്ഞാൽ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണി തിരുനാരോട്ട് ഇറങ്ങി 2 മലപ്പുറം ജില്ലയിലാണ്. തിരൂര് പുത്തനത്താണി. മലപ്പുറം ജില്ലയിൽ തിരൂര് പുത്തനത്താണിയാണ്. അങ്ങനെയും പറയാം. അങ്ങനെ പറഞ്ഞാൽ കുറെ ഒക്കെ അറിയണുള്ളൂ. കോട്ടക്ക് പുത്തനത്താണി എന്നും പറഞ്ഞാൽ കുറെ ആൾക്കാർ അങ്ങനെ ഇല്ലല്ലേ? എങ്ങനെ പറയാലല്ലേ? ഓക്കെ. എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട് ഇവിടെ? ഏകദേശം ചെറിയ മുടക്കുന്ന വണ്ടികളുണ്ട്. 25,000 മുതൽ തന്നെ ഉണ്ട്. അങ്ങനത്തെ വണ്ടികളുണ്ട്. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്. പൈസ മുടക്കാതെ കിട്ടുന്ന വണ്ടികളുണ്ട്. ഈ ഏരിയയിലെ വണ്ടികൾ കുറെ 7 സീറ്റ് വണ്ടികളൊക്കെ ഉണ്ട്. ഡാക്സന്റെ ഗോ പ്ലസ് ഉണ്ട്. അതൊക്കെ ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. മാക്സിമം ലോൺ കയറ്റുന്ന ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ലിവകളുണ്ട്, ഇറ്റിയോസുകളുണ്ട്, എല്ലാ നല്ല വണ്ടികളും ഒക്കെ ചാകരയാണല്ലേ? ഏകദേശം കുറഞ്ഞ വണ്ടികൾ കൂടുതൽ വണ്ടികൾ നമ്മൾ ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ? ചെയ്യാം. ആളുകൾ വന്നാൽ നിങ്ങൾ വന്നു കഴിഞ്ഞ വണ്ടി എന്തായാലും എടുക്കാതെ പോലെ അമ്മാരി വണ്ടികളാണല്ലേ? 300 മേലെ വണ്ടികൾ കുറെ വർക്ക്ഷോപ്പിൽ അവിടെ ഉണ്ട്. അതൊക്കെ കേരളമാണ്. വർക്ക്ഷോപ്പിൽ കുറച്ച് വണ്ടികളുണ്ട്. നമ്മൾ പെട്ടെന്ന് വീഡിയോ ചെയ്തതുകൊണ്ട് കാണിച്ചതാണ്. അതുകൊണ്ടാണല്ലേ? മാരുതി സെന്നോളൊക്കെ ഏകദേശം 70-75,000 തുടങ്ങുന്നുണ്ട്. ഗൾഫിലെ വണ്ടികൾ, എല്ലാ മുള്ള വണ്ടികളും. ഇനിയിപ്പോ വിന്റേജ് പെൻസുകളാണ് 2 ലക്ഷം 3 ലക്ഷം മുതലൊക്കെ തുടങ്ങുന്നുണ്ട്. അതേപോലെ BM ഒക്കെ എത്ര വില ഉണ്ട് റാഫിക? BM 6.30 കൊടുക്കാം. 6,30,000 ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി, ഫുൾ പക്ക വണ്ടി അല്ലേ? 27 പേപ്പർ ഉണ്ട്. ക്ലിയർ ഉള്ള വണ്ടി അല്ലേ? ഒക്കെ വീഡിയോ കണ്ടാലോ? ഓക്കെ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനൽ കണ്ടി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞാൽ നേരെ വീഡിയോയിലേക്ക് പോകാം. റാഫിക, 3ാമത്തെ എപ്പിസോഡിലെ നമ്മളെ അടിച്ചാപ്പൊളിച്ച റെഡ് കളർ സ്വിഫ്റ്റില്ലേ? ഇപ്പം തന്നെ ആയിക്കോട്ടെ. ഞങ്ങൾ ഡീൽ ആയിരുന്നാല് 2010 മോഡൽ വണ്ടി. 10 മോഡൽ റെഡ് കളർ സ്വിഫ്റ്റ് ആണ് ഈ കിടക്കുന്നില്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ക്വാളിറ്റി വണ്ടിയാണ്. എല്ലാ ഭാഗം ക്ലിയർ ഉള്ള വണ്ടി. ക്വാളിറ്റി നല്ല വൃത്തിയുണ്ടല്ലോ. കടും ചോപ്പില്. എന്താ ചോപ്പ്. നമ്പർ നോക്കുകയാണെങ്കിൽ 98-70 നമ്പർ വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ 1.20 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഓണർഷിപ്പ് സെക്കൻഡിലാണ് എടുക്കുന്ന വണ്ടി നിലവിലുള്ളത്. തട്ട് മുട്ട് റീപ്ലേസ്. ഫ്രണ്ട് ഗ്ലാസ് മാറിയിരിക്കുന്നു. വേറെ ഒന്നുമില്ല. വേറെ ബോണറ്റ് ഡിക്കി ഡോറ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര നാളെ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്? 2.35. കുറച്ച് കൊടുക്കൂലേ? ആള് വന്ന് കൊടുത്തலாம். വരികയാണെങ്കിൽ എന്തായാലും മാക്സിമം കുറച്ച് കൊടുക്കുമല്ലോ അല്ലേ? ലോണ് കാര്യങ്ങളൊക്കെയാണ്. ലോൺ എന്തായാലും ഒരു 1.5 രൂപ കണ്ടിട്ട് ആ ലെവലിൽ ലോൺ കയറും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അടിപൊളി സ്വിഫ്റ്റ് ആണ് കിടക്കുന്നുണ്ട് അല്ലേ? പേപ്പർ ആയിട്ടില്ലല്ലോ? ഇല്ല, പേപ്പർ ആയിട്ടില്ല. പേപ്പർ ആണല്ലോ. 25 അല്ല പേപ്പർ. ഇത് വീഡിയോ അല്ലേ വരുന്നത്? ഡീസൽ അല്ലേ വരുന്നത്? മൈലേജ് എത്ര കിട്ടുന്നല്ലേ? 20 ഉണ്ടാവും. എന്തായാലും കിട്ടുമല്ലോ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ അല്ലേ? 98-70 നമ്പർ ഉണ്ട് അല്ലേ? അടുത്ത വണ്ടി പിന്നെ ഹോണ്ടന്റെ അമേസ് ആണ്. 2013 ആണ്. ഹോണ്ട അമേസ് 13 ഓപ്ഷൻ ഏതാ വരുന്നത്? അത് എക്സ് ഓപ്ഷൻ ആണ്. എക്സ്. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1.10 ഓടിക്കണ്ടല്ലേ? ഓണർഷിപ്പ് എത്ര ആയിക്കൊള്ളുന്നല്ലേ? ഓണർഷിപ്പ് ഇത് 3ാമത്തിലേ എടുക്കുന്നുണ്ട് നിലവിലുള്ള അല്ലേ? സടാ വണ്ടിയില്ലേ? അതെ. വേറെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാറിക്കണോ? അതെ. വേറെ ബോണറ്റ് ഡിക്കി ഡോറ് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. 2.85 കൊടുക്കാം. 2.40 വരെ ലോൺ ചെയ്യട്ടോ. 45,000 ഉണ്ടെങ്കിൽ നമുക്ക് അമേസ് ഇറക്കാം. അതും സെഡാ വണ്ടി ഇറക്കാം അല്ലേ? മൈലേജ് രാജാവുള്ളത്? മൈലേജ് ഉണ്ടോ? ഡീസൽ അല്ല മൈലേജ് ഉള്ളത്? 20 അടുത്തുണ്ടോ? 20 അടുത്ത് എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ള അടിപൊളി ഹോണ്ടന്റെ അമേസ് ഒക്കെ ഉണ്ട്. ഇതിന് കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? ഇല്ല, കമ്പനി ഹിസ്റ്ററി നോക്കണം. നമ്മള് നോക്കാത്തോണ്ടേ പറയില്ല. നമ്മള് തരുന്ന ആൾക്കാർ ഗ്യാരണ്ടി പറയുമ്പോ ഞങ്ങൾ എടുക്കുന്നതാണ്. വേറെ പണികളൊന്നും ഇല്ല. ഫുൾ ക്ലിയർ അല്ലേ? ഫുൾ ക്ലിയർ. അടുത്തോണ്ട് പിന്നെ ഡാക്സന്റെ റെഡിഗോ
റെഡി. അത് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫുൾ ഓൺ ആണ്. ഓ ഇത് 2016 210 210 മേലെ ലോൺ ചെയ്യാൻ നോക്കാം. 2016 മോഡല് ഡാക്സന്റെ റെഡി കോണി കിടക്കുന്നുണ്ട്. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം അല്ലേ? നമുക്ക് ₹2 ഫൈനൽ ഇട്ട് കൊടുക്കാം. ലോൺ നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ്? കിലോമീറ്റർ 65,000 ഓടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കേട്ടോ. 65,000 സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. അതെ. കിലോമീറ്റർ 65,000 അല്ലേ? എത്ര ചോദിക്കണമെന്ന്? 2 ലക്ഷം. 2 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. കൊടുക്കാം. 2 ലക്ഷം രൂപ ഫൈനൽ ഇട്ട് കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാല്ലേ? നല്ല പ്രൊഫൈലാണ്. ഫുൾ ഓൺ കയറ്റി കൊടുക്കാല്ലേ? ഇത് ഫ്യൂൽ പെട്രോൾ അല്ലേ? പെട്രോൾ എത്ര മൈലേജ് കിട്ടും? 20 അടുത്തുണ്ടോ? എന്തായാലും മൈലേജ് കിട്ടും. നേരിട്ട് പറഞ്ഞു കൊടുക്കാം. അടുത്ത് പിന്നെ ഹോണ്ടന്റെ ബ്രിയോ ആണല്ലേ? ഇത് 2014-15 രജിസ്റ്റർ നല്ല എങ്കോരുള്ള വണ്ടിയാണ് ഹോണ്ടന്റെ ബ്രിയോ. അതെ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 74,47. ഇതാണെങ്കിൽ 335 കൊടുക്കട്ടോ. 3,35,000 റുപ്യക്കാണ് ഹോണ്ടന്റെ ബ്രിയോ കൊടുക്കുന്നുണ്ട്. പെട്രോൾ വരിക. നമുക്കാണെങ്കിൽ ലോൺ മാക്സിമം കിട്ടും. കയറും മാക്സിമം കയറും. ₹300 മേലെ കിട്ടും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. കിലോമീറ്റർ പറഞ്ഞേ? കിലോമീറ്റർ 1.1 ഓടിക്കണ്ടല്ലേ? ഇത് പെട്രോൾ എത്ര മൈലേജ് ഇട്ട്? അങ്ങനെയാണെങ്കിൽ 15 അടുത്തുണ്ടോ? എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ? അതെ. വേറെ പണികളൊന്നും ചെയ്യാം. ഹിസ്റ്ററി ഉണ്ടോ? തന്നെ ചെയ്യാം. ഹിസ്റ്ററി നോക്കണം. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്മൾ ചെക്ക് ചെയ്തിട്ട് ചെയ്യാന്നുള്ളൂ അല്ലേ? അടുത്ത വണ്ടി പിന്നെ വീണ്ടും റെഡിഗോ ഗോ ആണല്ലേ? ഇത് 15 വണ്ടിയാണ്. 210 കൊടുക്കും. 2015 മോഡൽ വണ്ടി. 210. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 60,000. ഫസ്റ്റ് ഓണർ വണ്ടി. 60,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? ഇതുമ്പോ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. 210. അതെ. ലോണത്ത് ₹2 വരുമോ? ഒരു 1.25 വരെ ചെയ്യാം. 1,75,000 വരെ മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം അല്ലേ? ട്രാക്കിനനുസരിച്ച് കയറി പോകും. നല്ല പ്രൊഫൈലാണ്. ഫുൾ ഓൺ ആണ്. പ്രൊഫൈൽ ഉഷാറാണ്. എന്നാലും മാക്സിമം പറയാൻ പറ്റുള്ളൂ അല്ലേ? അടുത്ത വണ്ടി പിന്നെ ഫിഗല്ലേ? ഫോർഡിന്റെ ഫിഗർ കിടക്കുന്നുണ്ട്. 14 മോഡൽ വണ്ടി. 14 ഫസ്റ്റ് ഓണർ വണ്ടി. ആകെ 75,000 ഓടിയിട്ടുള്ളൂ. 75,000 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? സിംഗിൾ അല്ല, 3ാമത്തെ എടുക്കുന്നുണ്ട്. ഇതിലല്ലേ? അലവിലൊക്കെ ചെയ്ത വണ്ടിയത്? ഫസ്റ്റ് ഓട്ടം കറക്റ്റ് ഓട്ടാണ്. ആകെ 75,000 ഓടിയിട്ടുള്ളൂ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി അല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണെന്നാല്? ഇത് നമുക്കാണെങ്കിൽ ഒരു 1.90 കൊടുക്കാം. 1,90,000 റുപ്യ കൊടുക്കാം. എന്തായാലും ഒരു ₹100 അടുത്ത് ലോണും ചെയ്യാം. 1.90 1 ലക്ഷം വരെ ലോണും കയറും. ഒരു 40-45,000 റുപ്യ വണ്ടി ഇറക്കാറല്ലേ? എടുക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നും ഫുൾ പക്ക വണ്ടി അല്ലേ? ഇത് എത്ര മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോ? 20 ഉണ്ടോ? എന്തായാലും മൈലേജ് കിട്ടും. അടുത്ത വണ്ടി i20 അല്ലേ? വൈറ്റ് കളറ്. 2011 വണ്ടിയാണ്. അലിവിലൊക്കെ ചെയ്ത അല്ലല്ല, കമ്പനിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഇതാണ് നമുക്ക് ₹2 കൊടുക്കട്ടോ. 2 ലക്ഷം റുപ്യക്ക് i20. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1.10 ഓടിക്കണേ. ഓണർഷിപ്പ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഫുൾ ലോഡ് ഓപ്ഷൻ വരുന്നുണ്ട്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? നല്ല ഉണ്ട്. ₹100 അടുത്ത് ലോണും ചെയ്യാം നമുക്ക്. 1 ലക്ഷം വരെ ലോൺ കയറും. 2 ലക്ഷമാണ് ചോദിക്കണ്ടല്ലേ? 2 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും ചെയ്യാം അല്ലേ? ഇത് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഫുൾ പക്ക വണ്ടി അല്ലേ? വിരൽ ചെക്ക് ചെയ്തോളി, എന്നിട്ട് നോക്കിയിട്ട് എടുത്തോളി. ഓടിച്ചു കഴിഞ്ഞാൽ എന്തായാലും വണ്ടി എടുക്കും. അതാണ് ഗ്യാരണ്ടി. ഇത് ഫ്യൂൽ ആയിരുന്നു? ഡീസലായിരുന്നു. എത്ര മൈലേജ് കിട്ടും? 20 ഉണ്ടാവും. 20 എന്തായാലും മൈലേജ് കിട്ടുമല്ലോ അല്ലേ? വേറെ പണി റീപ്ലേസ് ഒന്നും ചെയ്യല്ലോ? ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ അല്ലേ? അടുത്ത വണ്ടി നിസാൻ മൈക്ര. 2012 ഒറിജിനൽ കേരള വണ്ടിയാണ്. 2012 ഒറിജിനൽ കേരള വണ്ടി. ബട്ടർ ഷാഡിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. XP ആണ് വരുന്നത് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ ഓടിക്കണം 1.20 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് ഫസ്റ്റ്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? വേറെ തട്ടുമുട്ട അങ്ങനത്തെ പരിപാടി മേജർ ആയിട്ടൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. നല്ല വണ്ടിയാണ്. എല്ലാം വർക്കിംഗ് ആണ്. നല്ല എഞ്ചിനൊക്കെ നല്ല ഫിറ്റ് ആയിട്ട് വണ്ടി. ഫുൾ ക്ലിയർ ആണല്ലേ? ₹2 ഉള്ളിൽ കണ്ടിട്ട് ലോണും ചെയ്യാം. നമുക്ക് 2.45 ഉണ്ട്. 2,45,000 2 ലക്ഷം വരെ ലോണും കയറും. എന്തായാലും 40 റുപ്യ 50 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാലോ അല്ലേ? ഇത് ഫ്യൂൽ ഏതായിരുന്നു? ഡീസലാ? എത്ര മൈലേജ്? 20 ഉണ്ട്. 20 എന്തായാലും മൈലേജ് കിട്ടും. മൈക്രോക്ക് എന്തായാലും 20 മൈലേജ് കിട്ടുമല്ലോ അല്ലേ? റീപ്ലേസ് കാരണം ഫുൾ ക്ലിയർ വണ്ടി അല്ലേ? അടുത്ത വണ്ടി വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ്. 2009 VDI ആണ് വണ്ടി. 9 മോള് VDI. എത്ര പേപ്പർ ഉണ്ട്? പേപ്പർ 24 എല്ലാ പേപ്പറും ക്ലിയറാ? എല്ലാം ക്ലിയർ. 59-53 നമ്പർ ഉണ്ട് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1.30 ഓടിക്കുന്നുണ്ട്. അലവിലൊക്കെ ചെയ്ത വണ്ടി അല്ലേ? വേറെ റീപ്ലേസ് എന്ത് ചെയ്യണ്ടോ?
ഇല്ല മേജർ ആയിട്ടൊന്നുമില്ല. ടയർ ഒരു കമ്മിയാണല്ലേ? കുറച്ച് കുറവുണ്ട്. കുറവുണ്ടല്ലേ? അതാണെങ്കിൽ നമുക്ക് 1.85 കൊടുക്കും കേട്ടോ. 1,85,000 ഈ സ്വിഫ്റ്റ് കൊടുക്കാല്ലേ? സ്വിഫ്റ്റുകളൊക്കെ വില കുറവാണല്ലേ? ഒക്കെ ഒരു 2 ലക്ഷത്തിനുള്ള സ്വിഫ്റ്റുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് ഓണർഷിപ്പ് എത്ര തന്നെ? ഓണർഷിപ്പ് ഇത് 3ാമത്തിൽ എടുക്കുന്നത് നിലവിലുള്ളല്ലേ? വേറെ മേജർ ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഫുള്ള് സെന്റ് ക്ലാസ് ഒരു ചെറിയ വരണ്ടെന്നുള്ളൂ, ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. വേറെ റീപ്ലേസ് കാര്യങ്ങളും ചെയ്തിട്ടില്ല അല്ലേ? ഡീസൽ മാത്രം മൈലേജ് കിട്ടും? 20 ഉണ്ടാവും. വീഡിയോക്ക് എന്തായാലും 20 മൈലേജ് കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. വീണ്ടും സ്വിഫ്റ്റ് വൈറ്റ് കളർ. ഇത് 2012 തന്നെയാണ്. ഇത് മാത്രം തന്നെ ഓപ്ഷൻ ഏതാ? വീഡിയോയാണ്, ഡീസലാണ് വരുന്നത്. 2500 നമ്പർ വരുന്നുണ്ട് അല്ലേ? 3ാമത്തെ ഓണർഷിപ്പിലായിട്ട് വണ്ടി. ടയർ ഭാഗമൊക്കെ എല്ലാം നല്ല കട്ട ടയർ ഉണ്ട്. കിലോമീറ്റർ ഓടിക്കുന്നത് എത്ര? കിലോമീറ്റർ 1.20 ഏകദേശം കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ് അല്ലേ? 1.20 ലെവലാണ് ഓടിക്കുന്നത് അല്ലേ? അപ്പൊ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ കഴിയും. 3.30 കൊടുക്കട്ടോ. 3,30,000 ചോദിക്കുന്നുണ്ട്. കുറവുണ്ടാവും? എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റും. ലോൺ എത്ര കയറുമ്പോ? 3 കയറും? 2.5 കണ്ടു ചെയ്യാം. മാക്സിമം ലോൺ കയറും. ഫുൾ ക്ലിയർ അല്ലേ? എടുക്കുന്നൊക്കെ വേറെ പണികളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് മേജർ പരിപാടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ശരിയായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? എന്തായാലും 20 ലെവലിന് മൈലേജും കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി പിന്നെ ഡാക്സന്റെ റെഡിഗോ ആണ്. റെഡിഗോ ലിമിറ്റഡാ? ലിമിറ്റഡ് എഡിഷൻ 2016 വണ്ടി. അറിവിലൊക്കെ ഉണ്ടല്ലോ? എല്ലാ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കുറെ ഉള്ള വണ്ടിയാണ്. ചെയ്തോണ്ട് നല്ലോണം ഫിറ്റിംഗ്സ് ചെയ്ത വണ്ടിയാണ് അല്ലേ? ഇതാണെങ്കിൽ 2.20 കൊടുക്കാം. 10-20 നമ്പർ ഉണ്ട് അല്ലേ? 2,20,000 കൊടുക്കുക. 2 റുപ്യ ലോൺ ചെയ്യാം. വെറും 20,000 ഡാക്സന്റെ റെഡി കൊണ്ടുപോകാം. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഒക്കെ 60,000 കിലോമീറ്റർ ഓടിക്കും. ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര കൊടുക്കുന്നുണ്ട്? ഇത് സെക്കൻഡിലേക്ക് എടുക്കുന്നുണ്ട്. നിലവിലുണ്ട് അല്ലേ? തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഡയമണ്ട് അലവിലൊക്കെ ചെയ്ത് ലുക്കാക്കി ഉണ്ട് അല്ലേ? ഇത് എത്ര പെട്രോൾ മൈലേജ് കിട്ടും? 20 മേലെ ഉണ്ടാവും. എന്താ മൈലേജ് കിട്ടും? ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ അല്ലേ? അപ്പൊ ആ കാര്യത്തിൽ പേടിക്കണ്ട. ഓക്കെ. അടുത്ത വണ്ടി റിഡ്സ് അല്ലേ? റിഡ്സ് 2011 വീഡിയോ ആണ്. 11 മോഡല് വീഡിയോ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. നിലവിലുള്ള മെക്കാനിക് ഒക്കെ ഉള്ള വണ്ടി. ഇതാണ് 2.40. ഫുൾ മെക്കാനിക് ക്ലിയർ ആണ്. 2,40,000 2 റുപ്യ ലോൺ ചെയ്യാം. 2.40 ചോദിക്കണ്ടേ? 2 റുപ്യ ലോണും കയറും. എന്തായാലും ഒരു 10,40,000 ഉണ്ടെങ്കിൽ നമുക്ക് റിഡ്സ് ഇറക്കാം അല്ലേ? ഇത് വേറെ പണി കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എല്ലാം കൊണ്ട് ഉഷാറല്ലേ? എല്ലാം കൊണ്ട് ഉഷാറല്ലേ? ഇതിന് കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഇതിന് നോക്കിക്കോട്ടെ, നമ്മൾ നോക്കിയില്ല. നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. വരുന്നവർക്ക് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കാം അല്ലേ? ബാക്ക് ടയർ കമ്മി ഉണ്ട് അല്ലേ? കുറച്ച് കുറവുണ്ട്. നല്ല വണ്ടിയാണ്. സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഒരു 10-30 വണ്ടി ഇറക്കാൻ പറ്റുമോ? നോക്കാം, നമുക്ക് കിട്ടണത് നമുക്ക് ചെയ്യാം, ചെയ്ത് കൊടുക്കാം. ഇത് ഫ്യൂൽ ഏതാണ്ട്? 12 രജിസ്റ്ററും ഉണ്ട്. ഡീസലാണ് വരുന്നത്. 12 റൈസറിലെ ഡീസലാണ് വരുന്നത് അല്ലേ? ഇവിടെ ലൈറ്റ് ഒക്കെ കൊടുത്തും ചെയ്തോണോ? അടുത്ത വണ്ടി വാഗണർ 2010 ആണിത്. ഇത് ചെറിയ ആക്സിഡന്റ് വർക്ക് എടുത്ത വണ്ടിയാണ്. നല്ല മെക്കാനിക്കും നല്ല ആകെ 70,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 1.85 കൊടുക്കട്ടോ. 1,85,000 വാഗണർ കൊടുക്കാം. ഇവിടെ നിന്നാണ് വാഗണർ ചാകര അല്ലേ? കിലോമീറ്റർ ഓടിക്കണേ? കിലോമീറ്റർ ആകെ 70,000 ഓടിയിട്ടുള്ളൂ. ആ ഓടിക്കുന്നുണ്ട്. ഇസ്റ്ററൊക്കെ ഉള്ള വണ്ടിയാണല്ലേ? ചെറിയ തട്ടുണ്ട് വണ്ടി, പക്ഷെ നല്ല വണ്ടിയാണ്. നല്ല മെക്കാനിക് ഒക്കെ ഉള്ള വണ്ടി. കുറ്റപ്പുറമാണ് പൊട്ടിപ്പൊളിഞ്ഞോ? ചെറിയ വർക്ക് എടുത്ത വണ്ടിയാണല്ലേ? ഓക്കെ. എത്ര ചോദിക്കുന്ന റേറ്റ് തന്നെ? 1.85 കൊടുക്കാം. ഒരു 1 റുപ്യ അടുത്ത് ലോൺ ചെയ്യാം. മാക്സിമം ലോണും കയറും. എന്തായാലും ഒരു 10-30 ഉണ്ടെങ്കിൽ നമുക്ക് വാഗണർ കൊണ്ടുപോകാം. ഓടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വർക്ക് എടുത്തിക്കണ്, ഫുള്ള് ക്ലിയർ ആക്കിയുണ്ട്. ഫുള്ള് ക്ലിയർ ആക്കിയതാണ്. അത്രേ ഉള്ളൂ അല്ലേ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതൊരു ഫാമിലിക്കും മറ്റേ ചെറിയ അടിപൊളി വണ്ടി, ചെറിയ കാലിന്റെ വണ്ടി. ഇത് പെട്രോൾ എത്ര കിട്ടും മൈലേജ്? 18 ഉണ്ടാവും. ആ ലെവലിൽ എന്തായാലും മൈലേജ് കിട്ടും. അടുത്ത് വീണ്ടും വാഗണർ അല്ലേ? ഇത് ഓട്ടോമാറ്റിക് 2016 ആണ്. ഇതാണെങ്കിൽ നമുക്കൊരു ഫൈനൽ 3.40 കൊടുക്കട്ടെ. ടയർ കുറച്ച് ഇങ്ങനെ ബലൂൺ ടയർ ചെയ്തിട്ടുണ്ടല്ലേ? അരേബിയില് കാര്യങ്ങളൊക്കെ ഉള്ള ചെയ്ത വണ്ടി അല്ലേ? എത്ര ചോദിക്കുന്നതായിട്ട് തന്നെ? 3.40. 3,40,000 എന്തായാലും കുറച്ച് കൊടുക്കും. എന്തായാലും ചെറിയ മാറ്റം പറ്റും. ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. സീറ്റർ ഇന്റീരിയർ ഒക്കെ ഉള്ള അടിപൊളിയൊക്കെ ചെയ്ത വണ്ടി അല്ലേ? അതെ. ഒരു 50 ഉറുപ്പിക ഇറക്കാൻ പറ്റുമോ? നോക്കാം, നമുക്ക് മാക്സിമം എത്ര ലോൺ കിട്ടുന്ന ചെയ്യാം. മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ? ആൾക്കാർ വിളിച്ചോട്ടെ വന്നോട്ടെ. മാക്സിമം ചെയ്താണ് കൊടുക്കും. 2012 ആണ്. അതേമാതിരി ഇതൊക്കെ പോളിഷൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ള് വൃത്തിയാക്കി തരുന്നുണ്ട്. 2012 വാഗണർ VXI ആണ്. അതാണെങ്കിൽ 2.40 കൊടുക്കാം. 2.40 ഈ വാഗണർ കൊടുക്കാം. ഫുൾ ലോണും കൊടുക്കാം. ഒരു 2.25 വരെ ലോൺ ചെയ്യാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ഇട്ട വണ്ടിയാണ്. 2017 ആണിത്. 17 ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. ഓ, ഇത് സ്റ്റിക്കർ കണ്ടല്ലോ. ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ
എന്തായാലും 3 ഉറുപ്പിക ആളുകളെ പ്രൊഫൈൽ നമ്മൾ പറഞ്ഞിട്ടില്ല മെയിൻ ആയിട്ട് എന്തുണ്ടെങ്കിലും ആളുകൾ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ലോൺ ആണല്ലോ ഫുൾ ലോൺ ഇവിടെ കിടക്കേണ്ട ഏത് വണ്ടി ഫുൾ ലോൺ ഏകദേശം കിട്ടുന്ന വണ്ടികളൊക്കെ നമുക്ക് ചെയ്യാം ചെയ്ത് കൊടുക്കാം അല്ലേ എത്ര മോഡൽ വരുന്നത് 2017 ആണ് 17 മോഡല് കിലോമീറ്ററിന്റെ കാര്യം കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് അല്ലേ സിംഗിൾ ഓണർഷിപ്പാ അല്ല സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ വേറെ മേജർ ഉണ്ടോ ആക്സിഡന്റ് ഉണ്ട് അതുകൊണ്ടല്ലേ ഫുൾ ലോൺ കൊടുക്കണേ അതുകൊണ്ടാണ് ഫുൾ ലോൺ കൈ കിട്ടുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാം അല്ലാതെ ഫുൾ ലോൺ കൊടുക്കൂല അല്ലേ ഓക്കെ വേറെ പണികളൊന്നും ചെയ്യല ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് പ്രശ്നങ്ങളൊന്നും ചെയ്യല വർക്ക് എടുത്തിക്കണം നല്ല വർക്കാണ് ഉഷാറ് വർക്ക് എടുത്തിട്ടുണ്ടല്ലേ ഓക്കെ പിന്നെ അടുത്ത വണ്ടി സിൽവർ കളർ റിഡ്സ് അല്ലേ 2009-10 രജിസ്റ്റർ ഉള്ള വണ്ടി പെട്രോളാണ് വരുന്നത് പെട്രോൾ ആണത് റീപ്ലേസ്മെന്റ് ഒന്നും ഫസ്റ്റ് ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ 1ന്റെ ഉള്ളിൽ കൂടിയുണ്ട് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന്റെ കാര്യം ഫസ്റ്റ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലോ അല്ലേ അത് പിന്നെ ചോദിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ ഇടയ്ക്കൊക്കെ പറഞ്ഞു അല്ല ഇതിന് മേജർ പരിപാടി ചെല്ലോ ഇല്ലല്ല മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ സീറ്റർ ഇന്ത്യയിലെ അടിപൊളിയൊക്കെ ചെയ്ത കുട്ടപ്പനാക്കിയ കാറാണല്ലേ അതും പെട്രോൾ ആണ് പെട്രോൾ എത്ര മൈലേജ് ഇരുന്നാലേ എന്തായാലും 15ന്റെ ഉള്ളിലുണ്ടാവും കരിമ്പുത്തൻ ടയറാണല്ലേ ടയറുകളൊക്കെ അപ്പൊ ആ കാര്യത്തിൽ ആൾക്കാർക്ക് നോക്കണ്ട ഇഞ്ചിന് മെക്കാനിക് ഉഷാറല്ലേ എത്ര ചോദിക്കുന്നതായിട്ട് ഇതാണ് 1.85 കൊടുക്കും 1.85 എത്ര മോഡലാണ് 2009-10 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി അല്ലേ അടുത്ത വണ്ടി വീണ്ടും ഡാക്സന്റെ റെഡി അല്ലേ 17-18 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ് 17-18 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഓടിക്കുന്നത് 60,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന്റെ കാര്യമൊക്കെയാണ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ള അല്ലേ റീപ്ലേസ് ഉണ്ടെന്നാല് ഒന്നുമില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ല തൊട്ട് മുട്ട് കാര്യങ്ങള് ഒന്നുമില്ല അല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര നാളെ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട് അതാണ് നമുക്കൊരു 2,40,000 കൊടുക്കാം 2 ഫുൾ ഓൺ ആയിട്ട് മാക്സിമം കൊടുക്കട്ടെ വണ്ടി 2,40,000 കൊടുക്കാം ഇതൊക്കെ ഫുൾ ഓണുള്ള വണ്ടിയാണല്ലോ അല്ലേ 1000 cc ആണ് ഫുൾ ഓണിൽ കയറ്റി കൊടുക്കുക വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അടുത്ത വണ്ടി പിന്നെ സെലേറിയ ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക് ആണ് 2014 മോഡൽ വണ്ടി സെലേറിയ ഓട്ടോമാറ്റിക് 16 മോഡൽ അല്ലേ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഓപ്ഷൻ ഏതാ ഏകദേശം കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് VXI കിലോമീറ്റർ കാര്യങ്ങള് 90,000 കിലോമീറ്റർ അങ്ങനെ ഓടിയുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഓട്ടോമാറ്റിക് അല്ലേ 3.40 കൊടുക്കും 3 ഉറുപ്പിക അടുത്ത് ലോണും ചെയ്യാം 3,40,000 ഓട്ടോമാറ്റിക് സെലറി ചോദിച്ചുകൊണ്ട് 3 ലക്ഷം ലോൺ കയറ്റി കൊടുക്കും 40 ഉറുപ്പിക ഉണ്ടെങ്കിൽ നമുക്ക് സെലറി ഓട്ടോമാറ്റിക് ഇറക്കാം അല്ലേ ഏത് ചെറിയ ഫാമിലിക്കും പറ്റിയ വണ്ടിയില്ലേ അത് ഓട്ടോമാറ്റിക് ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയല്ലേ ഇതിന് റീപ്ലേസ് എന്തെയുണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും എന്തായാലും 15 ഉണ്ടാവും 15 എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ പിന്നെ അടുത്ത വണ്ടി നിസാന്റെ സണ്ണാണ് കിടക്കുന്നത് സെഡാൻ വണ്ടിയിലെ നിസാൻ സണ്ണി 2015 ആണ് ഇതിമൊക്കെ മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടിയാണ് 15 മോഡൽ ഫുള്ള് ലോണാ 3.4 3.10 ലോൺ ചെയ്യാം ലോൺ കയറും എന്തായാലും ഇതൊരു 3.40 കൊടുക്കട്ടെ റീ ആണ് 2015 ന്യൂ ഷേപ്പ് വണ്ടിയാണ് ന്യൂ ഷേപ്പ് ആണ് ന്യൂ ഷേപ്പ് തന്നെ വരുന്നത് ഇതിൽ 12 ഉണ്ട് നമ്മളെ XP ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നുണ്ട് വേറെ ഉണ്ടല്ലേ ഇത് വേറെ ഉണ്ട് വണ്ടികൾ ഇത് ഓപ്ഷൻ XL ആണ് വരുന്നത് കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റുമോ കിലോമീറ്റർ ഓടിക്കുന്നത് 1ന്റെ ഉള്ളിൽ തന്നെയാണ് ഓടിക്കുന്നുണ്ട് ജനുവിറ്റി നമ്മൾ പറയില്ല മീറ്റർ കാണാൻ നമ്മൾ പറയുള്ളൂ പിന്നെ ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് സെക്കൻഡാ നിലയിലുള്ളൂ അല്ലേ വേറെ റീപ്ലേസോ മേജർ പരിപാടി മേജർ ആയിട്ട് ഒന്നുമില്ല ആക്സിഡന്റ് കാര്യങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര ചോദിക്കുന്ന റേറ്റ് പറഞ്ഞേ ഇതാണ് 3.40 കൊടുക്കാം എത്ര ലോൺ കയറും എന്തായാലും ഒരു 3 ഉറുപ്പിക മേലെ പുറത്തേക്ക് നമുക്ക് ചെയ്യാം 3.4 ലോൺ ചെയ്യാം എന്തായാലും 3.4 മേലെ ലോണും കയറും ഒരു 10 രൂപ 15 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും എന്തായാലും 17-18 കിലോമീറ്റർ അടുത്ത് മൈലേജ് ഉണ്ട് മൈലേജ് എന്തായാലും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ പിന്നെ അടുത്ത വണ്ടി ലീവ് അല്ലേ ബ്ലൂ കളർ 2011-12 രജിസ്റ്റർ ഉള്ളതാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി ലീവ് ആണ് ഈ കിടക്കുന്നത് ഫ്ലാറ്റ് ടൈപ്പ് ഒക്കെ ആക്കിക്കണം അതാണ് 3.40 കൊടുക്കുന്നത് 3,40,000 ഉറുപ്പികക്ക് ഇത്യോസ് ലീവ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒക്കെ 1.10 ഓടിക്കണം വണ്ടി ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് സെക്കൻഡോ ഓണർഷിപ്പ് 3ാമത്തെ നിലവിലുള്ള റീപ്ലേസ് ഒന്നും ചെയ്യല്ലോ റീപ്ലേസ്മെന്റ് ഗ്ലാസ് എന്തൊക്കെ അത് എന്തായാലും ഉണ്ടാവും മെയിൻ ഗ്ലാസ് ഉണ്ടാവുമല്ലോ അല്ലേ വേറെ ബോണറ്റ് ഡിക്കി ഡോർ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഫുൾ ഫ്ലാറ്റ് ടൈപ്പ് ആക്കിയ വണ്ടിയാണ് അല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ഇത് 3.40 ലോൺ എത്ര കയറും എന്തായാലും 2.5 മാക്സിമം ലോൺ കയറും അലവിലൊക്കെ ചെയ്തല്ല അടിച്ചപിടിച്ച വണ്ടി അല്ലേ ഇത് ഡീസലോ പെട്രോളോ ഫീൽ ഉണ്ട് ഡീസൽ എത്ര മൈലേജ് കിട്ടും
20 ഉണ്ടാവും മൈലേജ്. എന്തായാലും മൈലേജ് കിട്ടും, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാലോ അല്ലേ. റാഫിക്ക് അടുത്ത വണ്ടി സ്വിഫ്റ്റില്ലേ? സ്വിഫ്റ്റ് ഏകദേശം കുറെ വണ്ടികളുണ്ട് നമ്മുടെ കയ്യില്. എത്ര സ്വിഫ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്? എന്തായാലും സ്വിഫ്റ്റ് പഴയതും പുതിയതും കൂടി ഒരു 10 എണ്ണത്തിന് അടുത്തുണ്ടാവും. സ്വിഫ്റ്റ് ഉണ്ട്. ഇത് കണ്ടില്ലായിരുന്നാല്? ഇത് 2012 വണ്ടി. 12 മുകളിലാണ്. ഓപ്ഷൻ ഏതായിരുന്നു? VDI ഓപ്ഷൻ ആണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. VDI ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ആണ് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ 1.10 ഓടി. 1.10 ഒന്നിന്റെ ഉള്ളിലേറ്റേ ഓടിയിട്ടുള്ളൂ. 1.10 1,10,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. വേറെ തട്ട് മുട്ട റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടെന്നല്ലേ? 3.40 ആവശ്യപ്പെടും. 3.40 എന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെയാണ് 2.80 3 റുപ്യ ഉള്ളിലാണ്. 3 റുപ്യ മാക്സിമം ചെയ്യാൻ നോക്കുന്നത്. 3 പേരെ മാക്സിമം കയറും. എന്തായാലും 10-50 റുപ്യ ഇറക്കാൻ പറ്റുമോ? ഇറക്കാം. ചിലപ്പോ അത്രയും വേണ്ടിയല്ലേ? പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ പിന്നെയും കുറയല്ലോ അല്ലേ? നമുക്ക് പറയാൻ കഴിയാത്ത ട്രാക്കിനനുസരിച്ച് അതാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയാത്തല്ലേ. ഓക്കെ, എന്തായാലും കുറച്ച് കൊടുക്കും. നിങ്ങൾ ആൾക്കാർ വന്നാൽ മതി അല്ലേ? എത്ര മൈലേജ് കിട്ടും? 18-20 കിട്ടൂലേ? 20 അടുത്ത് എന്തായാലും മൈലേജ് കിട്ടുമല്ലോ അല്ലേ? വീണ്ടും സ്വിഫ്റ്റ്. ഇതാണ് ഇത് 2012 തന്നെയാണ്. ഇത് LCD കാര്യങ്ങള് ചെയ്ത വണ്ടിയില്ലേ? നല്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ചെയ്ത അടിപൊളി റേറ്റിന് ആവശ്യപ്പെടുന്നത്. 3.35 രൂപ ഫൈനലിട്ട് കൊടുക്കട്ടോ. 3,35,000 റുപ്യക്ക് ഇത് കൊടുക്കുക. സീറ്റർ കാര്യങ്ങളൊക്കെ LCD കാര്യങ്ങളും എല്ലാം ഉണ്ട്. LCD ഒക്കെ ചെയ്ത വണ്ടി അല്ലേ? ഫുൾ പക്ക വണ്ടി അല്ല. ഇത് കിലോമീറ്റർ ഓടിക്കണ്ടേ? ഇത് കിലോമീറ്റർ 1 പുറത്ത് തന്നെ ഓടിക്കണ വണ്ടി. ഓണർഷിപ്പ് ഇത് 3ാമത്തിലെ എടുക്കുന്നുണ്ട് നിലവിലുള്ള അല്ലേ? വേറെ മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഫുൾ ക്ലിയർ വണ്ടി അല്ലേ? ഇതിന് അലവിയിലുണ്ട്, LCD ഉണ്ട്, സീറ്റർ കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ചെയ്തേക്കണോ? ലോൺ എത്ര കയറും? ചെയ്യാറല്ലേ? ഒരു 10-50 റുപ്യ വണ്ടി ഇറക്കാം. ഓക്കെ, പിന്നെ ഡാക്സന്റെ 7 സീറ്റ് വണ്ടിയാണ്. ഡാക്സന്റെ ഗോ പ്ലസ് ആണ് 7 സീറ്റ് വണ്ടി അല്ലേ? 2015 മോഡൽ വണ്ടി. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇതൊക്കെ മാക്സിമം ലോൺ കയറുന്ന വണ്ടികളാണ്. മാക്സിമം ഫുൾ ലോണുള്ള വണ്ടികളാണ് അല്ലേ? പ്രൊഫൈൽ ഉഷാറൊക്കെ ഫുൾ ലോണ്. ഫുൾ ലോൺ 2.25 റുപ്യ അടുത്ത് കയറിയിട്ടുണ്ട്. 2.25 ഉള്ളിൽ കണ്ടിട്ട് ചെയ്യണം. മാക്സിമം ചെയ്യാൻ പറ്റുമല്ലേ? ചില സ്റ്റിക്കർ വർക്ക് വരുന്നതാണല്ലോ. ആണെങ്കിൽ നമുക്ക് 2.35 കൊടുക്കട്ടെ. 2,35,000 ചോദിക്കുന്നുണ്ട്. എന്തായാലും ഫൈനലിട്ട് കൊടുക്കാം. നമുക്ക് കൊടുക്കാം. 2 ഫൈനൽ കൊടുക്കാം അല്ലേ? 7 സീറ്റ് വണ്ടിയാണ്. ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ അടിപൊളി വണ്ടി അല്ലേ? അതെ. ഇത് മൈലേജ് നല്ല മൈലേജ് ഉണ്ടല്ലോ പെട്രോളിന്? 16 ഉണ്ടാവും. 16-15 ലെവലിൽ പെട്രോൾ മൈലേജ് കിട്ടും അല്ലേ? ഇതിപ്പോ വേറെ എടുക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം കൊണ്ടും ഉഷാറാണ്. ഫുൾ പക്ക വണ്ടി അല്ലേ? ഓക്കെ, അടുത്ത വണ്ടി പിന്നെ വീണ്ടും ഡാക്സൺ 2017 വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടി. ഇത് 7 സീറ്റ് വണ്ടി. അതെ, ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അല്ലേ? കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 60-65 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? ഫസ്റ്റ് ഓണർ. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ടെന്നാല്? ഇതാണെങ്കിൽ നമുക്ക് 2.85 കൊടുക്കാം. 2.85. പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഫുൾ ലോൺ ആയിട്ട് നമുക്ക് ചെയ്യും. 7 സീറ്റ് വണ്ടികളൊക്കെ ഫുൾ ലോൺ അല്ലേ? നല്ല പ്രൊഫൈൽ ഉണ്ടോ? ഫുൾ ലോണിൽ 7 സീറ്റ് വണ്ടികൾ കൊടുക്കാം. അത്ര ഗ്യാരണ്ടിയും ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? അതെ. വേറെ മേജറോ റീപ്ലേസോ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അതൊക്കെ ഫുള്ള് പക്ക വണ്ടി അല്ലേ? ആളുകൾ വന്നോട്ടെ. മൈലേജ് എത്ര? 16-17 7 സീറ്റ് വണ്ടി കിട്ടുന്നുണ്ടല്ലേ? 66-14 കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഫുള്ള് പക്കല്ലേ? അടുത്ത വണ്ടി ഹോണ്ട ജാസ് ആണല്ലേ? 2016 വണ്ടി. ഇതാണെങ്കിൽ 5.40 കൊടുക്കട്ടെ നമുക്ക്. അലവില് കമ്പനി വരുന്നുണ്ടല്ലേ? 5.40 വെച്ചിട്ടുണ്ട്. അതെ, ഡീസലാണ് വരുന്നത്. ഡീസലാണ് ഫ്യൂൽ വരുന്നുണ്ട്. അതെ. ഓപ്ഷൻ വിയോ? വേറെ തട്ട് മുട്ട് കാര്യങ്ങള് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുണ്ട്. ഒന്നുമില്ലല്ലോ അല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇന്റീരിയർ ഒക്കെ നോക്കാൻ എല്ലാം അടിപൊളി ലുക്കിലല്ലേ? എത്ര വണ്ടിക്ക് ചോദിക്കണേ? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനലാണെങ്കിൽ 5.40 കൊടുക്കും. 5,40,000 ലോൺ എത്ര കയറുമ്പോ? എന്തായാലും ഏകദേശം 5 റുപ്യ ഉള്ളിൽ കണ്ടിട്ട് ചെയ്യാം. മാക്സിമം ലോണും കയറും. ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ? വേറെ പണി കാര്യങ്ങളൊന്നും. റാഫിക അടുത്ത പിന്നെ അൾട്ടീസിനെ ചാകരല്ലേ? ഏത് വണ്ടി ഇവിടെ ചാകര ഇല്ലാത്ത? എല്ലാ വണ്ടിയും ചാകരയാണല്ലോ. ചെറുവണ്ടി തന്നെ അതും ചാകര, വലിയ അതും ചാകര, എല്ലാം ചാകര. നമ്മള് ചെറിയ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ. സാധാരണക്കാരെ വണ്ടികളെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. വലിയ ലക്ഷറി വണ്ടികളല്ലേ? ചെറിയ വണ്ടികൾ. ലക്ഷറി ഉണ്ടെങ്കിലും ചില പൈസക്ക് 3 റുപ്യ 4 റുപ്യ കൊടുക്കും. ബഡ്ജറ്റിനനുസരിച്ചാണ്. മാക്സിമം. അപ്പൊ അൾട്ടീസ് ഇവിടെ ഫസ്റ്റ്. ഇത് 2011 വണ്ടിയാണ്. ഇതാണെങ്കിൽ നമുക്ക് 3.35 കൊടുക്കട്ടോ. 3,35,000 അൾട്ടീസ് ആണ് കിടക്കുന്നുണ്ട്. ജെ ഓപ്ഷൻ ആണ് വണ്ടി. റീ രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? ജെ ആണ് ഓപ്ഷൻ വരുന്നുണ്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഒരു 1.30 റേഞ്ചിൽ ഓടിക്കുന്നുണ്ട്.
ഓണർഷിപ്പ് പറയാൻ പറ്റുമോ? ഓണർഷിപ്പ് മൂന്നാമത്തിലെ കിടക്കുന്നുണ്ട് നിലവിലുള്ള അല്ലേ? ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളിയൊക്കെ ചെയ്തോളല്ലേ? എന്താ തൊപ്പൊക്കെ പുല്ലിന്റെ നല്ല അടിപൊളിയൊക്കെ ചെയ്തോളല്ലേ അല്ലേ? എത്ര വണ്ടിക്ക് ചോദിക്കണ്ടേ? 3.35. ലോൺ എത്ര കയറും? ലോൺ എന്തായാലും ഒരു ₹2 ഉള്ളിൽ കണ്ടിട്ട് ചെയ്യാം. എന്തായാലും ലോൺ കയറും. ഫുൾ ക്ലിയർ ആക്കി പറഞ്ഞു കൊടുക്കാം അല്ലേ? ഇത് ഡീസലിലെ ഫീൽ വരുന്നുണ്ട്. ഡീസൽ എത്ര മൈലേജ് കിട്ടും? എന്തായാലും ഒരു 18 അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും മൈലേജ് കിട്ടും. നേരെ പറഞ്ഞു കൊടുക്കാം. വീണ്ടും അൾട്ടീസ്. ഇത് 2011 അത് 10. രണ്ടും ജെ ഓപ്ഷൻ ആണ്. ഇതാണെങ്കിൽ 3.35 കൊടുക്കാം. അതാണ് 3.10 കൊടുക്കുക. അത് 3.10, ഇത് 3.35. ഫുൾ ക്ലിയർ ആണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഒരു പരിപാടി ഇല്ല. ഫുൾ ഗ്യാരണ്ടി ആണല്ലോ അല്ലേ? അടുത്ത വണ്ടി ഇത്യോസിലെ. ഇത്യോസ് 2016 വണ്ടി. 16 മോള് 49 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. GD SP ആണ്. 2000 രൂപ വരുമോ? 2000 രൂപ തന്നെ വണ്ടിയാണ് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1.20 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിളാ? അല്ല, ഇത് മൂന്നാമത്തെ നിലവിലുള്ള അല്ലേ? ഇതിന് റീപ്ലേസ് എന്തെയുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസിന്റെ വരണ്ട്. അത് മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. വര മാത്രം പോയിട്ടുള്ളൂ, മാറ്റിയിട്ടില്ല അല്ലേ? ടയറൊക്കെ കുറച്ച് കുറവുണ്ട്. അതൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഒക്കെ ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കും. നമുക്ക് റെഡി ആക്കി കൊടുക്കും. ഫുൾ സെറ്റ് ആക്കി കൊടുക്കൂലേ? എന്തായാലും ₹4 ലോണും ചെയ്യാം. എത്ര ചോദിക്കണ നാല്? ഇത് നമുക്ക് 4.80 കൊടുക്കാം. 4,80,000 4 ലക്ഷം ലോണും കയറും. ഒരു 19 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? അതിനുള്ളിൽ കണ്ടിട്ട് നമുക്ക് ചെയ്യാം. അതിന്റെ മേലേക്ക് കിട്ടും ലോൺ. സംസാരിക്കണം. മെയിൻ ആയിട്ട് പ്രൊഫൈലും കാര്യം നോക്കിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും ഇത് കേരള വണ്ടി 2012 മോഡല്. ഇത് തന്നെയാണ് ഒറിജിനൽ കേരള വണ്ടി ഉണ്ടല്ലേ? GD ആണ്. GD SP ഉണ്ടോ? ഇല്ല, GD മാത്രമേ ഉള്ളൂ. ഇത് 3.90 വരും. ₹3 ലോണും ചെയ്യാം. 3,90,000 3 ലക്ഷം രൂപ ലോണും കയറും. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയില്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1.20. 1,20,000 ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് 2ാമത്തിലെ എടുക്കുന്നു. 2.10 കയറുള്ളൂ. എന്തായാലും ഉറപ്പ് വേണ്ടി വരില്ലേ? അതിന്റെ പിന്നെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ? പ്രൊഫൈൽ എങ്ങനെ ഉണ്ട്? ഉഷാറാണോ? അതിനനുസരിച്ച് മാക്സിമം ചെയ്യാനല്ലേ? വേറെ എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ക്ലിയർ വണ്ടി അല്ലേ? ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും? എന്തായാലും ഒരു 20 കിലോമീറ്ററിന് അടുത്ത് മൈലേജ് ഉണ്ടാവും. എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാറല്ലേ? ഫുൾ പക്ക വണ്ടിയല്ലേ? ഓക്കെ. അതേമാതിരി അടുത്ത വണ്ടി വർണ്ണല്ലേ? വർണ്ണ എലൻഡറാണ് വരുന്നത്. 2013 ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 13 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണല്ലേ? ബട്ട് എയർബാഗ് 6 എയർബാഗ് ഒക്കെ വരണം. ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. 6 എയർബാഗ് വരും. എല്ലാ സൈഡിൽ എയർബാഗ് ഫുൾ ഓപ്ഷൻ വണ്ടിയില്ലേ? ഏറ്റവും ഫുള്ളോട് വണ്ടി. കിലോമീറ്റർ ഓടിക്കണ്ടല്ലേ? ഇത് കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കുന്ന വണ്ടി. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? വേറെ റീപ്ലേസ് എന്തെയുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വണ്ടി. തട്ട് മുട്ട ഒരു പരിപാടിയില്ല. മാനുവൽ അല്ലേ? മാനുവൽ ഫുൾ പക്ക വണ്ടി അല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടെന്നാല്? ഇതാണ് നമുക്കൊരു 3.40 കൊടുക്കാം. 3,40,000 രൂപ കൊടുക്കാം. എലൻഡർ കൊടുക്കല്ലേ? ഉണ്ടായ എലൻഡർ ഫുൾ പക്ക വണ്ടി അല്ലേ? കമ്പനി ഹിസ്റ്ററി ഉണ്ട് ഇതിന്? കമ്പനി അറിയില്ല, നോക്കിയില്ല. ഹിസ്റ്ററി ഉണ്ടാകും. നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. വരുന്നതൊക്കെ ചെക്ക് ചെയ്തെടുക്കാം അല്ലേ? ലോൺ എത്ര കയറും? ഫുള്ളാ കയറുമോ? ഇല്ല, ലോൺ ഫുൾ ലോൺ കിട്ടില്ല. ഏകദേശം ചെറിയ ലോണൊക്കെ കിട്ടുള്ളൂ. എന്തൊരു 15,000 രൂപ മുടക്കാണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ആയിട്ട് കൊടുക്കാം. എത്ര വരെ ട്രാക്ക് നമുക്ക് അവരെ ട്രാക്ക് അനുസരിച്ചല്ലോ മാക്സിമം ചെയ്യാലല്ലേ? പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ലോൺ ആണല്ലോ അല്ലേ? പിന്നെ ഇവിടുന്ന് പിന്നെ വിന്റേജ് വണ്ടികളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതൊക്കെ നമ്മളെ പഴയ വീട്ടിൽ കാണിച്ചാണല്ലേ? നിങ്ങളൊക്കെ കാണിച്ചാൽ മതി. വണ്ടികളുണ്ട്, ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി. വിന്റേജ് വണ്ടി ഒരു പെൻഷന്റെ എത്ര മോഡലുണ്ട്? അത് 2001 2001 മോഡൽ എത്ര വയ്ക്കുന്നുണ്ട്? അതാണ് ഈ 3.20. 3,20,000 രൂപയ്ക്ക് ബെൻസ് ഒന്നുണ്ട്. അതേമാതിരി വേറെ ബെൻസ് വിടാം. ഇതെത്ര മോഡല്? അതാണെങ്കിൽ 2.40. 2002. 2,40. ഓക്കെ. പിന്നെ ഒരു BMW കിടക്കുന്നതാ. അതാണെങ്കിൽ 6.40. 6,40,000 രൂപയ്ക്ക് ഈ BMW ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടികളൊക്കെ ഫുൾ ക്ലിയർ, ഫുൾ പക്കളൊക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ ഡീസലിന്റെ ഫീൽ ഉണ്ട്. ഒക്കെ ഡീസൽ അല്ലേ? ഒക്കെ ഡീസലാണ്. ബെൻസായാലും ഒക്കെ ഡീസലാണ്. ഒക്കെ ഡീസലാണല്ലേ? പിന്നെ ഫുള്ള് പക്ക വണ്ടികളാണ്. ആവശ്യക്കാർ വിളിച്ചോളൂ. അതേമാതിരി സെലോറി ഇറക്കുന്നുണ്ടോ? അല്ല, സിയാസ് ആണ്. സിയാസ് 2015 ബട്ടർ സ്റ്റാർട്ടിംഗ് വരുന്ന വണ്ടിയാണ്. 16 മോഡലോ? 15 മോഡല് ബട്ടൺ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 6655 നമ്പർ വരുന്നുണ്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? ഇത് 1.60 ഓടിക്കുന്നുണ്ട്. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററുള്ള? അതെ. റീപ്ലേസ് ചെയ്യേണ്ടത് ഇതിന്? ഇല്ല, റീപ്ലേസ്മെന്റ് ഫസ്റ്റ് ഓണർ വണ്ടി തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? 6 ലക്ഷം. 6 ലക്ഷം. ഉള്ളിൽ പുല്ലൊക്കെ ഉണ്ടല്ലോ? പുല്ല് മുളച്ചോണോ? ഒരു 5.5 കണ്ടിട്ട് ലോൺ ചെയ്യാം. മാക്സിമം കയറില്ലേ? ഇതിന് 50,000 മതി. അപ്പോ നോക്കാം അല്ലേ? പ്രൊഫൈൽ നോക്കിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ?
ഈ സലാം വണ്ടി എന്തായാലും ഫുൾ പക്ക വണ്ടിയല്ലേ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയല്ലേ, റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. ഇത് ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. എത്ര മൈലേജ് കിട്ടും? 20 എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യം പറഞ്ഞു കൊടുക്കാം. ഫിക അടുത്ത വണ്ടി ജെന്നസ്റ്റിലോ ചെറുവണ്ടിയിലെ? ഇത് 2010 ആ 10 VXI ആണ്. ഇതാണ് 1.5 റുപ്യ കേട്ടോ. 2010 മോഡല് VXI ജെന്നസ്റ്റിലാണ് ഈ കിടക്കുന്നത്. ഒരു വെറൈറ്റി കളറാണല്ലോ. മൈലേജ് ഉണ്ടാവും അപ്പൊ? മൈലേജ് ഉണ്ടാവും. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ ഓടിക്കണം 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര കൊടുത്താല്? ഓണർഷിപ്പ് 3ാമത്തെ നിലവിലുള്ള അല്ലേ? വേറെ റീപ്ലേസോ തട്ടുമുട്ടോ ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒരു പരിപാടിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അടിപൊളി വണ്ടി അല്ലേ? എത്ര വണ്ടികൾ ചോദിക്കേണ്ട? 1.5 ലക്ഷത്തിൽ കുറച്ച് കൊടുക്കും. ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളിയൊക്കെ ചെയ്തോണല്ലോ അല്ലേ? ഇതിപ്പോ ലോണ് കയറിപ്പോ ലോൺ ഒരു 1.10 കയറോ? ഇതുമ്പോ ലോൺ കയറോ? ഒരു 10-40,000 റുപ്യ ജെന്നസ്റ്റിൽ ഇറക്കാല്ലേ? ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി ഇയോണല്ലേ? ഫുള്ള് പോളിഷ് ചെയ്ത പോവും. ഫുള്ള് പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കട്ടെ നമുക്ക്. ഒരു പപ്പടക്കുത്ത് മാതിരി കുത്തുണ്ടല്ലോ. തെങ്ങുമെന്ന് ഓലമെന്ന് വെള്ളം ഇട്ടിട്ടാണ് ഇങ്ങനെ കളർ വരുന്നത്. അത് നമുക്ക് ഫുള്ള് പോളിഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫുള്ള് ക്ലിയർ ആക്കിട്ടേ കൊടുക്കുള്ളൂ. കിലോമീറ്റർ വരാനൊക്കെയാണ് 60,000 കിലോമീറ്റർ ഓടി. 2014 വണ്ടി. 14 മോഡല് 1.85. 1,55,000 റുപ്യക്ക് 1.60 1.70 ലോൺ ചെയ്യാം. ഫുൾ ഓൺ കയറോ? മാക്സിമം ചെയ്യാൻ നോക്കാം. 10 റുപ്യക്ക് ഇയോണില്ലേ? 10,000 രൂപക്ക് ഇയോണ്, 5,000 രൂപക്ക് ഇയോണ്, അങ്ങനെ കൊടുക്കാം നമുക്ക്. പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികളൊക്കെ ഏകദേശം വണ്ടികളൊക്കെ മാക്സിമം ലോൺ ആണല്ലേ? പിന്നെ പ്രൊഫൈലാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. സീറ്റാർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എടുക്കുന്നവർക്ക് വേറെ മേജർ പരിപാടി എന്തെയുണ്ടോ? അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലല്ലോ. റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതിന്? റീപ്ലേസ്മെന്റ് ഒന്നും ഒരു പരിപാടി ഇല്ല. ഇതിന് ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി നോക്കിയോട്ടെ. ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ ചെക്ക് ചെയ്തെടുക്കാല്ലേ? 9535 നമ്പർ വരുന്നുണ്ട് അല്ലേ? പിന്നെ അടുത്ത വണ്ടി ചെറിയ കായിന്റെ റെഡ് കളർ സ്വിഫ്റ്റ് ആണ് കിടക്കുന്നത്. 2006 മോഡലാണ്. VXI ആണ് വണ്ടി. 2006 മോഡൽ VXI ആണ് അല്ലേ? ഓക്കെ. കരിമ്പുത്തൻ ടയറാണല്ലോ. അതെ, നല്ല കരിമ്പുത്തൻ ടയറൊക്കെ ഇട്ട അടിപൊളിയൊക്കെ വണ്ടിയാണല്ലോ. കിലോമീറ്റർ ഓടിക്കണ്ടേ? കിലോമീറ്റർ ഓടിക്കണം 1 സംതിങ് ഓടിക്കണ വണ്ടി. നല്ല വണ്ടിയാണ്. നല്ല മെക്കാനിക് ഒക്കെ ഉള്ള വണ്ടിയാണ്. മെക്കാനിക് ഉഷാറുള്ള വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? പെട്രോൾ അല്ലേ വരുന്നത്? പെട്രോൾ. VXI അല്ലേ? 1.30 കൊടുക്കട്ടോ. 1,30,000 റുപ്യക്ക് സ്വിഫ്റ്റില്ലേ? 2 ലക്ഷത്തിനുള്ള സ്വിഫ്റ്റുകൾ കുറെ ഉണ്ടല്ലേ? ഏകദേശം കുറെ സ്വിഫ്റ്റുകൾ ഉണ്ട്. ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് 3-4 ആയിട്ടുണ്ടാവും. വേറെ മേജർ റീപ്ലേസ് എന്തെയുണ്ടോ? ഒരു പരിപാടി ഇല്ല. ഫുൾ ക്ലിയർ വണ്ടി അല്ലേ? 1,35,000 റുപ്യക്ക് സ്വിഫ്റ്റ് VXI നമുക്ക് കൊടുക്കാമല്ലോ അല്ലേ? ഓക്കെ. പിന്നെ അടുത്തന്നെ റെഡിയോ 2 ഗോണ്. 2 ഗോണ്. ഇത് ഫുൾ ഓണർ കൊടുക്കാം നമുക്ക്. 2014 ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ലോൺ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. ഫുൾ ഓണുള്ള റെഡി ആണ് കിടക്കുന്നില്ല. 1.90 കൊടുക്കാം. 2014 ഫുള്ള് പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കിയാണ് കൊടുക്കും. ഫുൾ വൃത്തിയാക്കി കൊടുക്കാം. അതൊക്കെ നമുക്കൊരു 1.80 ലോണും ചെയ്യാം. 1.80 ലോണും ചെയ്യാം. ഒരു 10-30 റുപ്യ ഇറക്കാൻ പറ്റും. ഉള്ളിൽ കണ്ടിട്ട് മുറക്കില്ല മുറക്കാം. 20 റുപ്യ മുറക്കുകയാണെങ്കിൽ നല്ല വൃത്തിയില്ല, നല്ല ടയർ ഭാഗം ഒക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാം ക്ലിയർ ആണ്. ഇത് മയത്തുള്ളി ഇട്ടിട്ടാണ് അതൊക്കെ ചെയ്യാം. ചെയ്യാൻ കൊണ്ടിടാൻ ഫുള്ള് ക്ലിയർ ആക്കും. ക്ലിയർ ആക്കിയിട്ട് ഉഷാറാക്കിയിട്ട് കൊടുക്കുള്ളൂ അല്ലേ? നല്ല വൃത്തിയിൽ കൊടുക്കാം. മാക്സിമം ഫുള്ളോളാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. ലോൺ കിട്ടണൊക്കെ മാക്സിമം ചെയ്യാം. ചെയ്ത് കൊടുക്കാം അല്ലേ? ആളുകൾ വന്നാൽ മതി. നീ വിളിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് പക്കായിട്ട് വിട്ടുകൊടുക്കും ചെയ്യാം. വിളിച്ചിട്ട് പറയാൻ നല്ലത്. വിളിച്ചിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വിട്ടു. ലോങ് എന്നാണെങ്കിൽ പിന്നെ അങ്ങനെ വിളിച്ചാൽ മതി. വിളിച്ച് കറക്റ്റ് ആക്കിയിട്ട് ശേഷം വന്നാൽ മതി. ഓക്കെ. ഇവിടെ വന്നാൽ എന്തായാലും വണ്ടി എടുക്കും. പക്ഷെ 10-300 വണ്ടി ഉണ്ടായതുകൊണ്ട് ഏകദേശം പറ്റുന്ന വണ്ടികളുണ്ടെങ്കിൽ ചെയ്യാലല്ലേ? ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ അതിന്റെ പേയാണ്. അപ്പൊ ഈ ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണുന്ന മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.